കോളേജിലെ സർഗസാഹിതി എന്ന കോമൺ കോഴ്സ് മലയാളം പേപ്പർ സെമസ്റ്റർ 1 കഥയും കവിതയുമാണ്. അതിലെ കവിതയിൽ കുരിപ്പുഴ ശ്രീകുമാറിൻ്റെ ഇഷ്ടമുടിക്കായൽ എന്നൊരു കവിതയുണ്ട്. ഈ ഇഷ്ടമുടിക്കായൽ എന്ന ഈ കവിതയിൽ കുരിപ്പുഴ ശ്രീകുമാർ അഷ്ടമുടിക്കായലിനെ കുറിച്ചാണ് പാടുന്നത്. അഷ്ടമുടിക്കായലിൻ്റെ ആ പ്രത്യേകതകളുള്ള കവിത നമുക്ക് ശ്രദ്ധിക്കാം. മുടിയെട്ടും കോർത്തു കെട്ടി വിരൽ നൂറാൽ കാറ്റൊതുക്കി തിരിഞ്ഞങ്ങനെ കിടക്കുന്നോള് എൻ്റെ തുഴത്തണ്ടിൽ താളമിട്ട് തുടിക്കുന്നോള്. മുടിയെട്ടും കോർത്തു കെട്ടി 100 വിരൽ കൊണ്ട് കാറ്റൊതുക്കി വിരിഞ്ഞും തിരിഞ്ഞും കിടക്കുന്നവളാണ് എൻ്റെ അഷ്ടമുടിക്കായൽ. കരിങ്കക്കകൾ പോലുള്ള മഴക്കാറുകളുടെ കൂട്ടം അമരത്തും അണിയത്തും തടം തിങ്ങി നിൽക്കുമ്പോൾ, കരിങ്കക്ക മുകിൽ കൂട്ടം അമരത്തും അണിയത്തും തടം തിങ്ങി മെല്ലെ അങ്ങനെ തുഴഞ്ഞു പോകെ, എൻ്റെ ജലക്കൂട്ടെ നിറക്കൂട്ടെ നിറഞ്ഞു നില്ല്, ദൂരെ പകലോന്റെ പള്ളി വേട്ടയ്ക്കൊരുങ്ങി നില്ല്. അങ്ങനെ കരിങ്കക്കകൾ പോലുള്ള ഈ മഴക്കാറ് തിങ്ങി നിൽക്കുമ്പോൾ മെല്ലെ തുഴഞ്ഞ് ഞാൻ അഷ്ടമുടിക്കായലിലൂടെ പോകുമ്പോൾ, എൻ്റെ ജലക്കൂട്ടെ നിറക്കൂട്ടെ നീ നിറഞ്ഞു തന്നെ നിൽക്കുക, ദൂരെ സൂര്യൻ്റെ വരവേൽപ്പിന് നീ ഒരുങ്ങി നിൽക്കുക. അഴുകിയ തൊണ്ടിൻ്റെ പോള ഉരിഞ്ഞു വെച്ച് റാണി കിലുക്കത്തിൽ നടക്കുന്ന പൂനിലാവത്ത് ഉറക്കത്തിൽ ഇതാ തിരുനെല്ലൂർ ഉണരുകയായി. ഇതാണ് അടുത്ത ഭാഗം പറയുന്നത്. അഴുക്കത്തൊണ്ടിൻ്റെ പോള ഇരിഞ്ഞു വച്ച് റാണി കിലുക്കത്തിൽ നടകൊള്ളും പൂനിലാവത്ത് ഉറക്കത്തിലുണരുന്നു തിരുനെല്ലൂര്, നിന്റെ മടിക്കുത്തിൽ തൊഴിൽ പാട്ടിൻ തിരപ്പുഞ്ചൂര്. വീണ്ടും പറയുന്നു. കിഴക്കിന് അരഞ്ഞാണം വിളക്കുന്ന വെയിലിന്റെ കിന്നാരം വീരഭദ്രൻ കണ്ടു നിൽക്കുമ്പോൾ കുളിച്ചു വന്ന് ഉരുക്കൾക്കായി വെറും മണ്ണിൽ ഉരുണ്ടുരുണ്ട് ഒടുവിൽ നിൽക്കുവാൻ വയ്യാതെ ഉരുക്കളെ വിറ്റ് കയർ ചുറ്റിൽ കാലുടക്കി ദ്രവിച്ചു നിന്ന് ഇറച്ചിയും കള്ളുമായി തിരിക്കുന്ന നിന്റെ തെറിച്ച മക്കളോട് അഷ്ടമുടിക്കായലെ അമ്മേ ഓർക്കണേ. അഴുകിയ തൊണ്ടിന്റെ പോള ഉരിഞ്ഞു വെച്ച് റാണി കിലുക്കത്തിൽ നടക്കുന്ന ആ നിലാവത്ത് നേരിയ ഉറക്കത്തിൽ നിന്ന് തിരുനെല്ലൂർ ഗ്രാമം ഉണരുന്നു. നിന്റെ മടിക്കത്തിൽ തൊഴിൽപ്പാട്ടിന്റെ തിരുപ്പുഞ്ചൂര്, മനുഷ്യർ തൊഴിലെടുക്കുമ്പോൾ പാടുന്ന ആ പാട്ട്, അതിൻ്റെ തിരപ്പുഞ്ചൂര്. മഴക്കോളിൽ പിറക്കുന്ന സുന്ദരിയാണ് നീ അഷ്ടമുടിക്കായൽ. ജലശീലയ്ക്കപ്പുറത്തെ മണൽ കണ്ണാടിയും നീയും ചേർന്ന് ഒരു നിഴൽ കൂമ്പാരം ഒരുക്കുന്നുണ്ട്. കിഴക്കിന് അരഞ്ഞാനം വിളക്കുന്ന വെയിലിന്റെ കിനാരവും അവിടെ കാണാം. പൂനിലാവത്ത് ഉറക്കത്തിലുണരുന്നു തിരുനെല്ലൂര്, നിന്റെ മടിക്കുത്തിൽ തൊഴിൽപ്പാട്ടിൻ തിരപ്പുഞ്ചൂര്. മഴക്കോളിൽ പിറക്കുന്ന നറുങ്കൂഴാലി, ജലശീലയ്ക്കപ്പുറത്തെ മണൽ കണ്ണാടി, ഇവ തമ്മിൽ കൊളുത്തുന്ന നിഴൽ കൂമ്പാരം, പ്രാച്ചിക്കരഞ്ഞാണം വിളക്കുന്ന വെയിൽ കിന്നാരം. വീരഭദ്രൻ കണ്ടു നിൽക്കെ കുളിച്ചു വന്ന് ഉരുക്കൾക്കായി വെറും മണ്ണിലുരുണ്ട് ഒടുക്കം നിൽക്കുവാൻ വയ്യാതവരെ വിറ്റ് കയർ ചുറ്റിൽ കാലുടക്കി ദ്രവിച്ചു നിന്ന് ഇറച്ചിക്ക് കള്ളുമായി തിരിക്കും നിന്റെ തെറിച്ച മക്കളോടമ്മേ പൊറുത്തു നില്ല്. മുഖം പൊള്ളിച്ചെറിഞ്ഞ പെൺശവത്തെ കുത്തി മറുതീര തണയ്ക്കുന്നോരിടവക്കാറ്റേ, മറുതായ്ക്ക് പിറന്നോരാ ചെറ്റകൾ ശിങ്കരിക്കും തുരുത്തിന്മേൽ കരുത്തിന്റെ കയ്യൊളിപ്പിക്ക് ദൂരെ പ്രേതബാധയേറ്റ പോലെ. രാത്രി വണ്ടി കൂവിടുമ്പോൾ പാലവും കേളനും തീരെ കുലുങ്ങുന്നില്ല. മുഖം പൊള്ളിത്തെറിച്ച പെൺശവത്തെ കുത്തി മറുതീരത്തെത്തിക്കുന്ന ഇടവക്കാറ്റ്, മറുതായ്ക്ക് പിറന്ന ചെറ്റകൾ ശിങ്കരിക്കുന്ന തുരുത്തിൽ കരുത്തിന്റെ കൈ നീ ഒളിപ്പിച്ചു വയ്ക്കുക. ദൂരെ പ്രേതബാധയേറ്റ പോലെ രാത്രി വണ്ടി കൂവുമ്പോൾ പാളവും കേളനും തീരെ കുലുങ്ങുന്നില്ല. അടുത്തതായിട്ട് പെരുമൺ ദുരന്തത്തെക്കുറിച്ച് പറയുക. പെരുമൺ പാലത്തിലൂടെ അഷ്ടമുടിക്കായലിന് മുകളിലൂടെ പറന്നു വന്ന ആ വെള്ളിമൺ കാറ്റ് പനിക്കുന്ന പ്രാക്കുളത്തെ പ്രാക്കളോടൊത്ത് നേരമുച്ച തിരിഞ്ഞപ്പോൾ യാത്ര പോന്നല്ലോ എന്നാണ് പറയുന്നത്. പെരുമൺ തേര് കാണാനായി വെള്ളിമൺ കാറ്റ്
പനിക്കുന്ന പ്രാക്കുളത്തെ പ്രാക്കളോടൊത്ത് നേരമുച്ച തിരിഞ്ഞപ്പോൾ തിരിക്കുന്നുണ്ടേ, കൂടെ വണ്ടി മുങ്ങി മരിച്ചോരും പറക്കുന്നുണ്ടേ. അങ്ങനെ നയത്തിൽ ചങ്ങാടം കയറി കടവലൂരേക്ക് പകൽ പോകുന്ന കോൽക്കുതിരയ്ക്ക് ആളും അകമ്പടിയുമായി നിൽക്കുന്ന പരുന്തിന്റെ കണ്ണിൽ കറമ്പിക്കോതെ നിന്റെ ഓളമാണല്ലോ തുള്ളുന്നത് എന്നുകൂടി പറയുന്നു. നയത്തിൽ ചങ്ങാടമേറി കടവൂരേക്ക് പകൽ തോറും മുൻപ് പോകും കോൽക്കുതിരയ്ക്ക് ആളകമ്പടിയായി നിൽക്കും പരുന്തിൻ കണ്ണിൽ നിന്റെ ഓളമല്ലോ തുളുമ്പുന്നു കറുമ്പിക്കോതെ. വീണ്ടും താളമായി ചാരുവാരോ തിളയ്ക്കുമ്പോൾ വിളിക്കുമ്പോൾ കാഞ്ഞിരോട്ടും കരിമീൻ്റെ തൃക്കളിയാട്ടം. വീണ്ടും താളമായി തിളയ്ക്കുമ്പോൾ വിളിക്കുമ്പോൾ കാഞ്ഞിരോട്ടും കരിമീൻ്റെ തൃക്കളിയാട്ടമാണ് എന്നും പറയും. കരിക്കും വെള്ളക്കയും പെയ്തൊഴിഞ്ഞ തെങ്ങിൽ കരിഞ്ചല്ലി കാവലേൽക്കുന്ന പാതിരാവിൽ കടുംപാറാൻ എന്ന ഒരു ജീവിയാണ്. അത് അതിൻ്റെ തേനൂറ്റി കുടിച്ച് ഉപേക്ഷിച്ച തൊണ്ട് നെരിപ്പോട് മാട നെയ്ത വടിയിൽ കുത്തി കായൽ ത്രസിക്കുമ്പോൾ ചിങ്ങരാവേ കഥ പറഞ്ഞു നിൽക്കുക എന്ന് പറയും. കരിക്കും വെള്ളക്കയും പെയ്തൊഴിഞ്ഞ തെങ്ങിൽ കരിഞ്ചല്ലി കാവലേൽക്കും പാതിരാവത്ത് കടുംപാറാൻ മധുകൂറ്റി തൊഴിച്ച തൊണ്ണാൻ നെരിപ്പോടു മാട നെയ്ത വടിയിൽ കുത്തി കായൽ ത്രസിക്കുമ്പോൾ ചിങ്ങരാവേ കതിച്ചു നില്ല്. അടുത്തായിട്ട് പറയുന്നത് കുമാരനാശാൻ ഈ അഷ്ടപിടിക്കായലിൻ്റെ ഒരു ശാഖയായ പലനയാറ്റിലാണ് മുങ്ങി മരിച്ചത്. ദുരവസ്ഥ കവി എന്നാണ്. ദുരവസ്ഥ എന്ന കൃതി കുമാരനാശാന്റെ കൃതിയാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതാവസാനവും ഒരു ദുരവസ്ഥയെ ആയിരുന്നു. അഷ്ടപിടിക്കായലിലാണ് അതുണ്ടായത്. ദുരവസ്ഥ കവിയെ നീയൊടുക്കം കണ്ടു എന്ന് തുടങ്ങുന്നവർ ഗുരുവിൻ്റെ ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് കൂടി പറയുന്നത്. ദുരവസ്ഥ കവിയെ നീയൊടുക്കം കണ്ടു, ഗുരുവിൻ്റെ അരുൾ ബുക്കും വരക്കം കണ്ടു. ശ്രീനാരായണ ഗുരുവിൻ്റെ മഹത്വചനങ്ങളുടെ ശബ്ദവും നീ കേട്ടു. വയൽ പെറ്റ ധന്യമാർക്ക് റൗക്കയും സ്നേഹവും പേറി വില്ലുവണ്ടി ഓടി ഓടി വരുന്ന കണ്ടു. അയ്യങ്കാളി സ്ത്രീകൾക്ക് റൗക്കയും സ്നേഹവും ഒക്കെ ആയിട്ട് ഒരു സാമൂഹ്യ വിപ്ലവം നയിച്ച ആ മണ്ണിൻ്റെ തീരവുമാണ് നീ. മണ്ണിൽ കുരുത്തോനു നടക്കാനും പഠിക്കാനും ധരിക്കാനും കുരുത്തോല പന്തലിട്ട നടുക്കം കണ്ടു കേട്ടു. അയ്യങ്കാളിയുടെ വില്ലുവണ്ടി യാത്ര വളരെ പ്രസിദ്ധമാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. അതായത് മണ്ണിൽ കുരുത്തവന് നടക്കാനും പഠിക്കാനും ധരിക്കാനും കുരുത്തോല പന്തലിട്ടതിൻ്റെ നടുക്കവും കണ്ടു. ഒരിക്കൽ സാമ്പ്രാണിക്കോടിക്കടുത്ത് വെച്ച് മടി കണ്ടു നടുക്കു ഞാൻ ഇറങ്ങി നിന്ന് ആഴമെല്ലാം ഒളിപ്പിച്ച് കൊതിപ്പിച്ചോളെ, നിന്റെ പൂവയറ്റിൽ പിറവി കൊണ്ട തൊഴുതേടി പടയ്ക്കെല്ലാം പോർ വിളിക്കാൻ ഞണ്ട് വേണം കൂന്തലു വേണം എന്ന് പറയുന്ന ഒരു ഭാഗം. അഷ്ടമുടിക്കായലെ നിന്റെ പൂവയറ്റിൽ പിറവി കൊണ്ട തൊഴുതേടി പടയ്ക്കെല്ലാം പോർ വിളിക്കാൻ ഞണ്ടും കൂന്തലും വേണം. കണ്ടവർക്ക് പിറന്നോനെ കാട്ടുമാക്കാൻ കടിച്ചോനെ കടവിൽ കല്യാണി നിന്റെ അച്ചിയല്ലോടാ എന്ന് പാടിത്തിമർത്ത ആ ബാല്യകാലത്തിൻ്റെ ആ വഞ്ചിപ്പാട്ട് നദോന്നത അതൊക്കെ ഇന്ന് മനസ്സിൽ നിന്ന് മാഞ്ഞു പോയിരിക്കുന്നു, അതൊക്കെ നനഞ്ഞു പോയിരിക്കുന്നു. കുരിച്ചിൽ കുത്തി എൻ്റെ തൊണ്ടയാണെങ്കിൽ ഇടറുകയും ചെയ്യുന്നു എന്ന് അടഞ്ഞു പോയിരിക്കുന്നു എന്നൊക്കെയാണ് കവി കുരിപ്പുഴ ശ്രീകുമാർ. കണ്ടവർക്ക് പിറന്നോനെ കാട്ടുമാക്കാൻ കടിച്ചോനെ കടവിൽ കല്യാണി നിന്റെ അച്ചിയല്ലോടാ. ഒരു വഞ്ചിപ്പാട്ടാണ്. ഇങ്ങനെ പാടിക്കൊണ്ട് കുട്ടിക്കാലത്ത് നടന്ന കാലമൊക്കെ പാടിത്തീമർത്ത ബാല്യകാലത്തിന്നതോന്നത നനഞ്ഞുപോയി, കുരിച്ചിൽ കുത്തി എൻ തൊണ്ടയടഞ്ഞു പോയി. കരയെല്ലാം കരിയുമ്പോൾ കരയുന്നോളെ, ചീന വലയ്ക്കുള്ളിൽ ചൂടയിട്ടു ചിരിക്കുന്നോളെ, ജയബാലപ്പണിക്കർക്കു ലഹരിക്കായി ഇളം നീല ചുവപ്പ് പച്ചയും ചാലി ചുരുക്കിയോളെ, ആഴിക്കഴുത്തിൽ നീ നകത്തുമ്പാൽ തൊടുമ്പോൾ ഞാനോ എന്നോവും മഹാലോകം തൊട്ടതായിട്ടറിയുന്നുണ്ടേ. ജയപാലപ്പണിക്കർ എന്ന് പറയുന്ന ചിത്രകാരനെ ലഹരിക്ക് വേണ്ടി ഇളം നീല ചുവപ്പ് പച്ച എന്നിവയൊക്കെ ചാലിച്ചൊരുക്കി
അഷ്ടമുടിക്കായലിൻ്റെ ചിത്രം ജയപാല പണിക്കർ വരച്ചിരിക്കുന്നതിനെ കുറിച്ച് വർണ്ണിച്ചിരിക്കുകയാണ്. ജയപാല പണിക്കർ ഒരു ചിത്രകാരനാണ് ഇദ്ദേഹമാണ്. ഇനി അതുപോലെ തന്നെ ആഴിക്കഴുത്തിൽ, അതായത് ഇത് അഷ്ടമുടിക്കായൽ ഒരു കായലാണ്. ഈ കായൽ പിന്നീട് ചെന്ന് ചേരുന്നത് സമുദ്രത്തിലാണ്, ആഴിയിലേക്കാണ്. ആ ആഴിയുടെ കഴുത്തിലേക്ക് നീ നിന്റെ നഖത്തുമ്പ് കൊണ്ട് തൊടുന്ന നേരത്ത് ഞാനും എൻ്റെ നോവും മഹാലോകം തൊട്ടതായിട്ട് അറിയുന്നു. നീ നിന്റെ സമുദ്രത്തിലേക്ക് നീ സ്പർശിക്കുമ്പോൾ ഒരു മഹാലോകമാണ് സമുദ്രം. അഷ്ടമുടിക്കായൽ എന്ന് പറയുന്ന ഒരു ചെറിയ സുന്ദരി നീ ഒരു മഹാലോകത്തേക്ക് ചെന്ന് നിൽക്കുമ്പോൾ നോക്കൂ, ഞാനും എൻ്റെ കൊച്ചു നോവുകളും ഈ ലോക ദുഃഖത്തിൻ്റെ ആ ലോകത്തിൻ്റെ ഒരു അംശമായി ഞാനും അതിന് ചേരുന്നു. ആ അറിവ് എനിക്കുണ്ടാകുന്നു എന്നാണ് ഇവിടെ കവി പറയുക. ഇവിടെ ഇഷ്ടമുടിക്കായലിൻ്റെ കിടപ്പിനെ വർണ്ണിക്കുന്നുണ്ട് ഈ കവിതയിൽ. ബാല്യകാലം മുതൽ തന്നെ ഇദ്ദേഹത്തിന് അഷ്ടമുടിക്കായലിനോട് വലിയ ആരാധനയാണ്. മുടിയെട്ടും കോർത്ത് കെട്ടി 100 വിരൽ കൊണ്ട് കാറ്റിനെ ഒതുക്കി, അതുപോലെ തന്നെ വിരിഞ്ഞും തിരിഞ്ഞും നീ കിടക്കുന്നു. നിന്റെ തുഴത്തണ്ടിൽ താളമിട്ട് തുടിക്കുന്നു. ഈ തൻ്റെ തുഴത്തണ്ടിൽ താളമിട്ട് തുടിക്കുന്നവളാണ് എൻ്റെ കുട്ടിക്കാലം മുതലേ തന്നെ ഈ കായൽ എന്നൊക്കെ കായലിനോടുള്ള തൻ്റെ ആത്മബന്ധം വെളിപ്പെടുത്തുകയാണ് കുരിപ്പുഴ ശ്രീകുമാർ. ഒരു സ്ത്രീയുടെ രൂപമാണ് ഈ കവിക്ക് അഷ്ടമുടിക്കായലിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ മനസ്സിൽ തോന്നുന്നത്. മുടി കെട്ടി വെച്ചു എന്ന് പറഞ്ഞപ്പോൾ തന്നെ നമുക്ക് സ്ത്രീകളാണ് മുടി കെട്ടി വയ്ക്കുക. കാറ്റൊതുക്കി മുടി ഒതുക്കി വയ്ക്കുന്നതിനൊക്കെയാണ് പറയുന്നത്. വിരിഞ്ഞു കിടക്കുന്ന ഒരു സ്ത്രീയായിട്ടാണ് കായലിനെ കവി കാണുക. അതുപോലെ തന്നെ ദുരവസ്ഥ കവിയെ കുറിച്ച് ചോദിക്കുമ്പോൾ എന്താണ്, കുമാരനാശാന് അതുപോലെ തന്നെ ഗുരുവിൻ്റെ അരുൾ പൊക്കുന്നു വരം കേട്ടു എന്ന് പറയുന്നത് ശ്രീനാരായണ ഗുരുവിൻ്റെ കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ ഈ 2 മഹത് വ്യക്തികളെ കവിതയിൽ പരിചയപ്പെടുത്തുന്നുണ്ട്. ഒരാൾ ദുരവസ്ഥ എന്ന ഖണ്ഡകാവ്യം എഴുതിയ കുമാരനാശാൻ, മറ്റൊന്ന് അഷ്ടമുടിക്കായലിൻ്റെ ഒരു പോഷക നദിയായ പല്ലനയാറ്റിലുണ്ടായ റെഡീമർ ബോട്ട് അപകടത്തിൽ കുമാരനാശാൻ മരിച്ചുപോയത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. അതുപോലെ തന്നെ അങ്ങനെ കുമാരനാശാൻ അവസാനം കണ്ടത് ഈ അഷ്ടമുടിക്കായലാണല്ലോ എന്ന് പറയാം. അതുപോലെ ശ്രീനാരായണ ഗുരുവിൻ്റെ മഹത്തായ യാത്രയ്ക്കും സാക്ഷിയായത് അഷ്ടമുടിക്കായലാണ്. അങ്ങനെ കരുണ പൂക്കുന്ന യാത്രയാണ് ഗുരു നടത്തിയത്. കരുണയുടെയും ദയയുടെയും മൂർത്തിയായിരുന്നു ശ്രീനാരായണ ഗുരു. കുമാരനാശാനുമായും ശ്രീനാരായണ ഗുരുവുമായും അഷ്ടമുടിക്കായലിന് അഗാധമായ ബന്ധമുണ്ടായിരുന്നു എന്നൊക്കെയാണ് ഇവിടെ സൂചന. അതുപോലെ തന്നെ അയ്യങ്കാളിയുടെ കാര്യവും പറയുന്നുണ്ട്. വയൽ പെറ്റ ധന്യമാർക്ക് റൗക്കയും സ്നേഹവും നൽകി ശ്രീ അയ്യങ്കാളി. സാമൂഹ്യ സമത്വത്തിന് വേണ്ടി പൊരുതി 125 വർഷങ്ങൾക്ക് മുമ്പ് സംഘടിപ്പിച്ച അദ്ദേഹത്തിന്റെ വില്ലുവണ്ടി സമരം ഇവിടെ സൂചിതമാണ്. വയലിൽ പണിയെടുക്കുന്ന പുലയ സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് അവർക്ക് മേൽമുണ്ടും റൗക്കയും ഒക്കെ സമ്മാനിച്ച് ആ സമരം നയിച്ച മഹാനായ സാമൂഹ്യ പരിഷ്കർത്താവായിരുന്നു അയ്യങ്കാളി. 1893 അലങ്കരിച്ച കാളവണ്ടിയിൽ വെങ്ങാനൂരിൽ നിന്നും തിരുവനന്തപുരം വരെ അയ്യങ്കാളി യാത്ര ചെയ്ത ആ കഥയും ഇവിടെ അസമത്വങ്ങൾക്കെതിരെയുള്ള പോരാട്ടവും അതുപോലെ തന്നെ സ്ത്രീകളുടെയും പുലയ സ്ത്രീകളുടെയും ഉന്നമനത്തിന് വേണ്ടിയുള്ള അദ്ദേഹത്തിന്റെ പരിശ്രമങ്ങളും ഇവിടെ സൂചനയായി പറയുന്നുണ്ട്. അതുപോലെ തന്നെ ബാല്യകാലത്തിലെ വഞ്ചിപ്പാട്ടിന്റെ ഈണം നദോന്നത അത് മാഞ്ഞുപോയി അല്ലെങ്കിൽ നനഞ്ഞുപോയി എന്നൊക്കെ പറയുന്നുണ്ട് അല്ലേ. അതായത് ആ പാട്ടിങ്ങനെയാണ്, എന്താണ്, കണ്ടവർക്ക് പിറന്നോനെ കാട്ടുമാറ്റാൻ കടിച്ചോനെ കടവിൽ കല്യാണി നിന്റെ അച്ചിയല്ലോട. ഈ വള്ളപ്പാട്ടിന്റെ താളത്തിൽ അന്ന് കുട്ടിക്കാലത്ത് ഒരുപാട് പാടിയിട്ടുണ്ട്. പക്ഷെ ഇന്ന് ആ നദോന്നത പാട്ടല്ല, വഞ്ചിപ്പാട്ടിന്റെ ഈണമാണ് നദോന്നത. അതൊക്കെ നനഞ്ഞുപോയി. അപ്പോൾ അതൊക്കെ കുരിച്ചിൽ കുത്തി എൻ്റെ തൊണ്ട അടഞ്ഞുപോയി എന്നാണ് കവി പറയുന്നത്. പാട്ടും കളികളും എല്ലാം നഷ്ടപ്പെട്ട കാലം കവിയിൽ വേദനയായിട്ട് പടരുകയാണ്. അഷ്ടമുടിക്കായലിന് അതിൻ്റെ നല്ല കാലം നഷ്ടമായി. കരയെല്ലാം കരിയുമ്പോൾ കായൽ കരയുന്നു. ചീനവലയ്ക്കുള്ളിൽ ചൂടയിട്ട് ചിരിക്കുന്ന കായൽ ജയപാല പണിക്കരെ പോലുള്ള ചിത്രകാരന്മാർക്ക് ലഹരിയായി മാറുന്നു. ഇളനീലയും ചുവപ്പും പച്ചയും ചാലിച്ചൊരുക്കി ആ കായലിൻ്റെ വർണ്ണങ്ങൾ നൽകുന്നു. ആഴിക്കഴുത്തിൽ നഖത്തുമ്പാൽ കായൽ ചെന്ന് തൊടുമ്പോൾ കവിയും തൻ്റെ വേദനകളും എല്ലാം ഒരു മഹാലോകത്തെയോട് കണക്റ്റ് ആവുന്നു, അല്ലെങ്കിൽ അതിനെ ചെന്ന് സ്പർശിക്കുന്നതായിട്ട് കവിയും അറിയുന്നു. അങ്ങനെ ആധുനികതയ്ക്ക് ശേഷം കടന്നു വന്ന കവികളിൽ പ്രമുഖനാണ് ബാലചന്ദ്രൻ ചുള്ളിക്കാട്, അതുപോലെ കുരിപ്പുഴ ശ്രീകുമാറൊക്കെ. പക്ഷെ അവരൊക്കെ തങ്ങളുടെ തനതായ വഴികളിലൂടെ സഞ്ചരിക്കുന്നു എന്നുകൂടി മനസ്സിലാക്കാം. സ്വന്തം സംസ്കാരവും ഭാഷയും സംരക്ഷിക്കുന്നതിൽ ശ്രദ്ധേയനായിരുന്നു ഇവരൊക്കെ. എന്തായാലും കുരിപ്പുഴ ശ്രീകുമാർ ഇഷ്ടമുടിക്കായൽ എന്ന കവിതയിൽ അഷ്ടമുടിക്കായലിൻ്റെ പഴയ കാലവും വർത്തമാനകാലവും എല്ലാം ആവിഷ്കരിക്കുന്നുണ്ട് എന്നതാണ് അതിൻ്റെ പ്രത്യേകത. ചുറ്റുപാടുകൾക്കുണ്ടായ മാറ്റങ്ങളും കായലിനെ ബാധിച്ചതായിട്ട് അദ്ദേഹം പറയുന്നു. മാലിന്യങ്ങൾ നിറഞ്ഞ് കായൽ മലിനമായ കാര്യം പറയുന്നു. മനുഷ്യനുണ്ടായ മാറ്റവും കവി അവതരിപ്പിക്കുന്നുണ്ട്. അഷ്ടമുടിക്കായലിൻ്റെ തീരത്ത് വളർന്നവരിൽ ചിലരെങ്കിലും തൊഴിൽ തേടി അന്യദേശത്തേക്ക് യാത്രയായതും പണം സമ്പാദിച്ച് തിരിച്ചു വന്നവർക്ക് സ്വന്തം സംസ്കാരം നഷ്ടമായെന്നും അഷ്ടമുടിക്കായലിൻ്റെ പൂവയറ്റിൽ പിറവി കൊണ്ട തൊഴിൽ തേടി പടയ്ക്കെല്ലാം ഇന്ന് പോർ വിളിക്കാൻ ഞണ്ടും കൂത്തിനും വേണമെന്നൊക്കെ എഴുതുമ്പോൾ മാറ്റത്തിൻ്റെ ചിത്രം വളരെ വ്യക്തമാകുന്നുണ്ട്. എന്തായാലും കായലിനോടും അതിൻ്റെ ചുറ്റുപാടുകളോടും അവർ മത്സരിക്കുന്നു. ഇത് നല്ലൊരു പ്രവണതയല്ലെന്ന് കവി ചൂണ്ടിക്കാണിക്കുന്നു. അഷ്ടമുടിക്കായലിനെ തങ്ങൾക്ക് ആവശ്യമുള്ള ഞണ്ടും കൂന്തലും നൽകുന്ന ജലാശയമായി മാത്രം കണ്ടാൽ പോരാ എന്ന് കവി സൂചിപ്പിക്കുന്നു. അവർ സ്വന്തം അമ്മയായ അഷ്ടമുടിക്കായലിനെ ഇന്ന് മറന്നിരിക്കുന്നു.